നമസ്കാരം. തെരുവുനായ പ്രശ്നം ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. സുപ്രീം കോടതി പോലും വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് പല ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട വലിയൊരു പ്രശ്നമായി തന്നെ ഇത് മാറുമ്പോൾ അതിനുള്ള പരിഹാരം രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടങ്ങളിൽ തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുന്നുണ്ട്. തെരുവുനായ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങളാണ് അവർ വാഗ്ദാനങ്ങളായി ഉൾപ്പെടുത്തുന്നത്. പലപ്പോഴും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുകയാണെങ്കിൽ തെലങ്കാനയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. തെലങ്കാനയിൽ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ ഇല്ലാതാക്കുന്ന സംഭവങ്ങൾ തുടരുന്നുവെന്നാണ് വിവരങ്ങൾ. ഹനംകൊണ്ട ജില്ലയിൽ മാത്രം ഏകദേശം 200 തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ട നായ്ക്കളുടെ എണ്ണം 1100 കടന്നുവെന്നാണ് മൃഗസ്നേഹികൾ ആരോപിക്കുന്നത്. 2025 ഡിസംബറിൽ തെലങ്കാനയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പ്രധാന വാഗ്ദാനമായിരുന്നു തെരുവ് നായ നിർമ്മാർജ്ജനം. ഇത് പാലിക്കാനാണ് പഞ്ചായത്തിലെ പുതിയ ജനപ്രതിനിധികൾ ഇടപെട്ട് കൂട്ടത്തോടെ തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കുന്നതെന്നാണ് ആരോപണം. ഹനംകൊണ്ട ജില്ലയിലെ ഷായംപേട്ട് മണ്ഡലത്തിലുള്ള പാതിപ്പാക ഗ്രാമത്തിൽ ഒരു മാസം മുമ്പ് 200 നായ്ക്കളെ വിഷം കുത്തിവെച്ച് കൊന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇത് നടന്നതെന്നാണ് മൃഗസ്നേഹികളുടെ പരാതിയിൽ പറയുന്നത്. ഈ നായ്ക്കളുടെ ജഡങ്ങൾ പിന്നീട് കുഴിച്ചു മൂടുകയായിരുന്നു. സ്ട്രേ ആനിമൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന NGOയുടെ ഭാരവാഹികളായ ഗൗതം ഗ്രാമവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് പോലീസിനെ പരാതിയുമായി സമീപിച്ചത്. നേരത്തെ ഷായംപേട്ട്, ആരേപ്പള്ളി ഗ്രാമങ്ങളിൽ 300 നായ്ക്കളെ കൊന്നതുമായി ബന്ധപ്പെട്ട കേസിനൊപ്പം ഈ പുതിയ പരാതിയും ഉൾപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. കേസിൽ 2 വനിതാ പഞ്ചായത്ത് അംഗങ്ങൾക്കും അവരുടെ ഭർത്താക്കന്മാരും ഉൾപ്പെടെ 9 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരുവ് നായ ശല്യം പരിഹരിക്കുമെന്ന് ജനപ്രതിനിധികൾ നൽകിയ വാഗ്ദാനമാണ് ഇത്തരത്തിൽ നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിന് പിന്നിലെന്നാണ് മൃഗസ്നേഹികൾ ആരോപിക്കുന്നത്. കാമറേഡ് ജില്ലയിലെ ഭവാനിപേട്ട്, പാൽവഞ്ച്, ഫരീദാപേട്ട്, വാടി, ബന്ദരാമേശ്വരപ്പള്ളി എന്നീ ഗ്രാമങ്ങളിൽ തെരുവ് നായ്ക്കളെ വിഷം കുത്തിവെച്ച് കൊന്നൊടുക്കിയെന്നും മൃഗസ്നേഹികൾ ആരോപിക്കുന്നു. സംഭവത്തിൽ മൃഗസംരക്ഷണ പ്രവർത്തകനായ ഗൗതം എന്ന വ്യക്തിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇയാളുടെ പരാതിയെ തുടർന്ന് തെരുവ് നായ്ക്കളുടെ ജഡം കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. അതേസമയം തെലങ്കാനയിലെ തന്നെ മറ്റ് ജില്ലകളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിങ്ങനെയാണ്. ജനുവരി 22-ന് പെഗഡപ്പള്ളി ഗ്രാമത്തിൽ 300 നായ്ക്കളെ വിഷം നൽകി കൊന്നിരുന്നു. പഞ്ചായത്ത് അംഗത്തിന് പഞ്ചായത്ത് സെക്രട്ടറിക്കുമെതിരെ BNS മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം എന്നിവ പ്രകാരം അതിൽ കേസെടുത്തിരുന്നു. ജനുവരി 19-ന് ഹൈദരാബാദിന് സമീപമുള്ള യാജാരത്തിൽ 100 നായ്ക്കളെ കൊന്ന സംഭവത്തിൽ സർപഞ്ച്, സെക്രട്ടറി, വാർഡ് മെമ്പർ എന്നിവർക്കെതിരെ കേസെടുത്തിരുന്നു. ഏകദേശം 200 നായ്ക്കൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ 5 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ 6 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും വന്ധീകരണം, വാക്സിനേഷൻ തുടങ്ങിയ നിയമപരവും മാനുഷികവുമായ പ്രോട്ടോകോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും മൃഗസംരക്ഷണ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്നുമാണ് ആക്ടിവിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത്. അതേസമയം കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ തെരുവ് നായയുടെ കടിയേറ്റ് കഴിഞ്ഞ 10 വർഷത്തിനിടെ മരിച്ചത് 12 കുട്ടികളാണ്. 10 വയസ്സിൽ താഴെയുള്ളവരാണിവർ. 10-നും 20-നും ഇടയിൽ പ്രായമുള്ള 9 പേരും ഈ കാലയളവിൽ മരിച്ചിട്ടുണ്ട്. പേവിഷബാധയേറ്റ് 10 വർഷത്തിനിടെ സംസ്ഥാനത്താകെ മരിച്ചത് 118 പേരാണ്. ഇതിൽ 28 പേർ പേവിഷബാധയേറ്റ വളർത്തുനായുടെ കടിയേറ്റാണ് മരിച്ചത്. 2025 നവംബർ 20 വരെ മരിച്ചവരുടെ വിവരങ്ങളാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത്. അതേസമയം ഈ മാസം തന്നെ തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. തെരുവുനായ ആക്രമണങ്ങളിൽ നിഷ്ക്രിയരായിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തേണ്ടി വരുമെന്നായിരുന്നു സുപ്രീം കോടതി കർശന മുന്നറിയിപ്പ് നൽകിയത്. നായ്ക്കൾക്ക് തെരുവിൽ തീറ്റ നൽകുന്നവരെയും ഇത്തരം ആക്രമണങ്ങൾ ഉത്തരവാദികളാക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. കുട്ടികൾക്കും പ്രായമായവർക്കും നേരെ നായകളുടെ കടിയേറ്റും മരണമോ പരിക്കോ സംഭവിക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾ വലിയ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. നായകൾക്ക് തെരുവിൽ ഭക്ഷണം നൽകുന്നതിന് പകരം വീട്ടിൽ കൊണ്ടുപോയി നൽകിക്കൂടെ എന്നും കോടതി ആരാഞ്ഞിരുന്നു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചാരി എന്നിവരടങ്ങിയ ബെഞ്ചാണ് തെരുവുനായ വിഷയത്തിലെ വാദത്തിനിടെ നിർണായകമായ ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. മൃഗസ്നേഹികൾക്കായി അഭിഭാഷകരുടെ നീണ്ട നിര ഹാജരാകുമ്പോൾ മനുഷ്യരുടെ ഭാഗം പറയാൻ ആരുമില്ലെന്ന് അന്ന് കോടതി വാദത്തിനിടെ നിരീക്ഷിച്ചിരുന്നു. 2011-ൽ ജഡ്ജിയായ ശേഷം താൻ കേട്ട ഏറ്റവും ദൈർഘ്യമേറിയ വാദമാണ് തെരുവുനായ കേസിലേതെന്നും ജസ്റ്റിസ് സന്ദീപ് മേത്ത പറഞ്ഞു. തെരുവിലുള്ള അനാഥ കുട്ടികളെ ദത്തെടുക്കുന്നതിനെക്കുറിച്ച് ആരും പറയുന്നില്ലെന്നും തെരുവ് നായകൾക്കായി ദേശീയ ദത്തെടുക്കൽ ദൗത്യം വേണമെന്ന മൃഗസ്നേഹികളുടെ വാദത്തോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. നായകൾ കടിക്കുന്നത് മാത്രമാണ് ഉയർത്തിക്കാട്ടുന്നതെന്നും എലികളെ തുരത്തുന്നതിലടക്കം ആവാസ വ്യവസ്ഥയിലെ അവയുടെ പങ്ക് പരിഗണിക്കേണ്ടതാണെന്നുമായിരുന്നു മൃഗസ്നേഹികളുടെ അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ 9 വയസ്സുള്ള കുട്ടിയെ നായകൾ ആക്രമിക്കുമ്പോൾ ആരെയാണ് ഉത്തരവാദിയാക്കേണ്ടതെന്നും അവയ്ക്ക് തീറ്റ നൽകുന്ന സംഘടനയാണോ ഇതിന് ഉത്തരവാദിയാക്കേണ്ടതെന്നും പ്രശ്നത്തിൽ കണ്ണടച്ചിരിക്കണമെന്നാണോ പറയുന്നതെന്നും കോടതി തിരിച്ചു ചോദിച്ചിരുന്നു.